ഒരൊറ്റ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഖളാവരുത്. എറണാകുളം ഓക്ക എക്സ്പ്രസിലും മരുസാഗർ ട്രെയിനിലൊക്കെ അജ്മീറിലേക്ക് പോകുന്ന മനുഷ്യന്മാർ നിസ്കാരം ഖളാക്കുന്നവരാണെങ്കിൽ അജ്മീർ ഷെയ്ഖിന്റെ പൊരുത്തം കിട്ടും. ജമ്മും കസറും അള്ളാഹ് അനുവദിച്ചത് തന്നെ വാഹനത്തിലുള്ള നിസ്കാരങ്ങളെ ഇമാമിയങ്ങൾ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിച്ചത് തന്നെ ഒരൊറ്റ നിസ്കാരം ഖളാവാതിരിക്കാനല്ലേ. അതാണ് സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ അഥവാ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ അവിടുത്തെ ശർഹ് മുഖ്തസർ ശുഅബുൽ ഈമാൻ എന്ന കിതാബിൽ പറഞ്ഞത്, ഏത് കൃഷിയുടെ പേരിലാണെങ്കിലും ബിസിനസിന്റെ പേരിലാണെങ്കിലും കല്യാണത്തിന്റെ പേരിലാണെങ്കിലും ഒരൊറ്റ നിസ്കാരം ഇവിടെ ജീവിതത്തിൽ ഖളായിക്കൂടാ. 7 വയസ്സ് മുതൽ കുട്ടികളെ നിസ്കാരം കൊണ്ട് കൽപ്പിച്ചില്ലെങ്കിൽ ആ ഉപ്പയും മുനാഫിഖായി പോകും. ആ ഉപ്പയും മുനാഫിഖല്ല, ആ ഉപ്പയും ഉമ്മയും ഫാസിഖായി പോകും. ആ ഉപ്പയും ഉമ്മയും ഫാസിഖായി പോകും. വീട്ടില് 7 വയസ്സോ 8 വയസ്സൊക്കെ ആയിട്ട് കുട്ടികൾ ഉറങ്ങുക, സുബീക്ക് വിളിക്കണില്ല അവരെ. അതെന്താ? ഇന്ന് മദ്രസ ഇല്ലല്ലോ. ഈ ഉപ്പ ഫാസിഖായി പോകും. ഈ ഉപ്പ നിക്കാഹിന് സാക്ഷി നിന്നാൽ ആ നിക്കാഹ് ബാത്തിലാകും. കാരണം ഫാസിക്ക് സാക്ഷി നിന്നാൽ സാക്ഷിക്ക് പറ്റാത്ത ആളായതുകൊണ്ട് ആ നിക്കാഹ് സ്വഹീഹാവില്ലെന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എഴുതി വെക്കുന്നു.